എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിന് ഒരു അവാർഡ് ലഭിക്കുന്നു. ആ അവാർഡിലൂടെ അദ്ദേഹം ലോകപ്രശസ്തനാവുന്നു, സമ്പന്നനാവുന്നു. അപ്പോൾ ഇത് കണ്ട പേന ചോദിക്കും, ഞാൻ കാരണമല്ല നിങ്ങൾക്ക് എഴുതാൻ കഴിഞ്ഞത്, കാരണം നിങ്ങളുടെ ചിന്തയും ആവിഷ്കാരങ്ങളും ഞാൻ കാരണമാണല്ലോ എഴുതാൻ കഴിഞ്ഞത്. അപ്പോൾ കടലാസ് പറയും, ഒരിക്കലല്ല, ഞാനുള്ളത് കൊണ്ടാണ് അദ്ദേഹം പ്രശസ്തനായത്. കാരണം അദ്ദേഹത്തിൻ്റെ ചിന്തയും കാര്യങ്ങളും നീ എഴുതുന്നുണ്ടെങ്കിലും അത് എഴുതുന്നത് എന്നിലൂടെയാണ് മറ്റുള്ളവർ അറിയുന്നത്. അപ്പോൾ ഞാൻ തന്നെയാണ് അതിന് കാരണക്കാരൻ പറയും. അങ്ങനെ ഈ പേനയും കടലാസും തമ്മിൽ മലമ്പാവും. അപ്പോൾ ഇത് കണ്ട എഴുത്തുകാരൻ പറയും, ഞാൻ എഴുതുന്നില്ല, അങ്ങനെയും നിങ്ങളുടെ അഹങ്കാരം അവിടെ നിൽക്കട്ടെ എന്ന് പറയും. വർഷങ്ങളെടുത്തു, ഉപയോഗിക്കാനാവാതെ മഷി കട്ട പിടിച്ച് പേന ഉപയോഗശൂന്യമായി മാറി. കടലാസാണെങ്കിൽ ഇരുന്നിരുന്ന് ചെതിലെടുത്തു. രണ്ടാമത്തെ കാര്യം, ഒരു വ്യക്തി ആ വ്യക്തിയുടെ വിവാഹം ഉറപ്പിക്കുന്നു. അപ്പോൾ അതിനിടയിൽ ആ വ്യക്തിയും ആ വ്യക്തിയുടെ പെങ്ങളും തമ്മിൽ എന്തൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു. ആ പെങ്ങൾ പറയും, ഞാൻ കാരണമാണ് നിനക്ക് ഈ വിവാഹം ഉറപ്പിച്ചതെന്ന് പറയും. കാരണം ഈ പെങ്ങളുടെ ഭർത്താവിൻ്റെ ഏതൊരു ബന്ധുവാണ് വധുവായിട്ട് വരുന്നത്. അപ്പോൾ ഈ പയ്യൻ പറയും, ഒരിക്കലല്ല, എനിക്ക് പഠിപ്പുണ്ട്, പിന്നെ ജോലി കിട്ടി, അതുകൊണ്ടാണ് ഈ കല്യാണം ഉറപ്പിച്ചതെന്ന് പറയും. അങ്ങനെ നിസ്സാര കാര്യം വലിയ പ്രശ്നമായിട്ട് കല്യാണത്തിനെ ബാധിച്ചത്. അങ്ങനെ കല്യാണം നടക്കാതിരിക്കുകയും ചെയ്തു. ഒന്നാമത് പറഞ്ഞത് ഒരു കഥ, രണ്ടാമത് പറഞ്ഞൊരു യാഥാർത്ഥ്യം. പറഞ്ഞു വന്നത് എത്രമാത്രമാണ്, പരസ്പര സഹായമില്ലാതെ ആർക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് പറയാം ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാന്നൊക്കെ, പക്ഷെ ഒരിക്കലല്ല. അങ്ങനെയാണെങ്കിൽ വഴിക്ക് ചോദിക്കാം, ഞാനുള്ളത് കൊണ്ടാണല്ലോ നീ എന്നെ വെട്ടിയെന്ന്. അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന മൺവെട്ടിക്ക് ചോദിക്കാം, ഞാനുള്ളത് കൊണ്ടാണല്ലോ നീ വഴീനെ വെട്ടിയെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നമുക്കൊരു ഉത്തരം അവസാനിക്കാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ചോദ്യചിഹ്നമായിട്ട്. അപ്പോൾ ആർക്കും ഒരു സഹായം ചെയ്യുമ്പോൾ നമ്മളത് പറയാതിരിക്കുക എന്നുള്ളതാണ് ഒരു മൂല്യം. കാരണം ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെയും സഹായിക്കരുത്. അങ്ങനെയാകുമ്പോഴാണ്, നമ്മൾ പറയുമ്പോഴാണ് അതൊരു പ്രശ്നത്തിലേക്ക് പോവുക. നമ്മൾ പറയണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കുള്ള സഹായങ്ങൾ നമ്മൾ പറയാതെ തന്നെ നമ്മൾ തേടി വരും.